ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ഗംഗണപതയേ നമഃ. ഓം ശ്രീ സരസ്വത്യേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമന്നാരായണീയ പഠനത്തില് നമ്മൾ 9ാം ദശകത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. 9ാം ദശകത്തിലെ 6 ശ്ലോകങ്ങൾ നമ്മൾ പഠിച്ചു. ഇനി 7ാമത്തെ ശ്ലോകമാണ് ഇന്ന് പഠിക്കുന്നത്. ബ്രഹ്മദേവൻ കണ്ട ആ മനോഹരമായിട്ടുള്ള രൂപം ഭട്ടത്തിരിപ്പാട് നമുക്ക് വേണ്ടിയിട്ട് ഒരു പ്രാർത്ഥനയായിട്ട് നമുക്ക് എഴുതി വർണ്ണിച്ചു തന്നു. നമ്മുടെ മനസ്സിലൊക്കെ ആ രൂപം നിറഞ്ഞു നിൽക്കുന്നുണ്ട് എന്ന് കരുതട്ടെ. എന്നിട്ട് ബ്രഹ്മദേവൻ എന്താണ് ഭഗവാനോട് പറഞ്ഞത്, പ്രാർത്ഥിച്ചത് എന്നുള്ളതാണ് അടുത്ത ശ്ലോകത്തിൽ നമ്മൾ കേൾക്കാൻ വേണ്ടി പോകുന്നത്. 7ാമത്തെ ശ്ലോകം ഒന്ന് ചൊല്ലിത്തരാം, നിങ്ങൾ കേട്ടു നോക്കാം. ശ്രുതി പ്രകരദർശിത പ്രചുര വൈഭവ ശ്രീപതേ ഹരേ ജയ ജയ പ്രഭോ പദമുപൈഷി ദിഷ്ട്യാദൃശോ കുരുഷ്വധിയമാശു മേ ഭുവന നിർമ്മിതൗ കർമ്മഠാം ഇതി ദ്രുഹിണ വർണ്ണിത സുഗുണബംഹിമാ പാഹി മാം. ഇതും ഭഗവാനോടുള്ള സ്തുതിയാണ്. പാഹിമാം, എന്നെ രക്ഷിക്കണമേ എന്നുള്ള പ്രാർത്ഥനയാണ്. എന്താണ് ഇതിൽ പറയുന്നത്? ശ്രുതി പ്രകരദർശിത പ്രചുര വൈഭവ ശ്രീപതേ. ബ്രഹ്മദേവൻ ഭഗവാനോട് പറയുന്ന വാക്കുകളാണിത്. ശ്രുതി പ്രകരദർശിതം. വേദസമൂഹങ്ങൾ, ശ്രുതി എന്ന് പറയുന്നത് വേദത്തെ ഉദ്ദേശിച്ചിട്ടാണ്. ശ്രുതി എന്ന് പറയുന്നത് അതാത് കാലഘട്ടത്തിൽ മാറ്റം വരുത്തുന്ന ഗ്രന്ഥങ്ങളെയാണ്, അല്ലെങ്കിൽ തത്വങ്ങളെയാണ് സ്മൃതി എന്ന് പറയുന്നത്. ശ്രുതി എന്ന് പറയുന്നത് എപ്പോഴും അടിസ്ഥാനപരമാണ്. അതിൽ മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് സാധിക്കില്ല, മാറ്റം വരുത്താൻ വേണ്ടി പാടില്ല. കാരണം അത് സത്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നതെന്നാണ്. ചില അടിസ്ഥാന നിയമങ്ങളുണ്ടല്ലോ, അതാണ് വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. അല്ലെ, അടിസ്ഥാന തത്വങ്ങളാണ് വേദങ്ങളിലൂടെ പറയുന്നത്. അതുകൊണ്ട് അതൊരിക്കലും നശിക്കില്ല. അത് കാലാന്തരങ്ങൾ നിലനിൽക്കുന്നതാണ്. അതാണ് വേദം എന്ന് പറയുന്നത്. അതിനെയാണ് ശ്രുതി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ശ്രുതി വേദസമൂഹങ്ങളാൽ, ശ്രുതി പ്രകരങ്ങളാൽ ദർശിതം, അതിലൊക്കെ ദർശിക്കപ്പെട്ടിട്ടുള്ളത്, വ്യക്തമാക്കപ്പെട്ടിട്ടുള്ളത്, അതിലൂടെയൊക്കെ കാണിക്കപ്പെട്ടിട്ടുള്ളത് എന്താണ് നമുക്ക് വിവരിച്ചു തന്നിരിക്കുന്നത്. അങ്ങനെയുള്ളതും പ്രചുര വൈഭവ. പ്രചുര വൈഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് പ്രചുരം, പ്രചുര പ്രചാരം എന്നൊക്കെ പറയുന്നില്ല, അങ്ങനെ പ്രചുരം എല്ലായിടത്തും സർവവ്യാപകമായിട്ട് നിറഞ്ഞു നിൽക്കുന്നതുമായിട്ടുള്ള വൈഭവത്തോടു കൂടിയതുമായിട്ടുള്ള ശ്രീപതേ, ലക്ഷ്മീപതേ. ഭഗവാനെ വിളിക്കുകയാണ്. ശ്രീപതേ ഹരേ, ഭഗവാനെ, ഹരി, നാരായണ, ജയ ജയ പ്രഭോ, പ്രഭോ അങ്ങ് ജയിച്ചാലും ജയിച്ചാലും. ഭഗവാനെ ഇങ്ങോട്ട് പ്രാർത്ഥിക്കുകയാണ്. സർവ ശ്രുതികളിലും വേദ സമൂഹങ്ങളിലും ഒക്കെ പ്രകീർത്തിക്കപ്പെട്ടിട്ടുള്ളതും എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന വൈഭവത്തോടു കൂടിയിട്ടുള്ളവനുമായ ശ്രീപദേ ഹരേ ജയ ജയ പ്രഭോ, പ്രഭോ സർവത്തിനും ആധാരമായിട്ടുള്ളവനെ ഭഗവാനെ ജയ ജയ, ജയിച്ചാലും ജയിച്ചാലും. എന്നിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്? പദം ഉപൈഷി ദിഷ്ട്യാദൃശോഹോ. ദിഷ്ട്യാ ഭാഗ്യം കൊണ്ട്, ദിഷ്ട്യാ എന്റെ ഭാഗ്യം കൊണ്ട്, ദൃശോഹോ എന്റെ കണ്ണുകളുടെ, പദം ഉപൈഷി ദിശോഹോ, അങ്ങനെയാണത് വാക്കുകൾ അടുക്കി വെക്കേണ്ടത്.
ദൃശോഹോ പദം ഉപൈഷി. എൻ്റെ കണ്ണുകളുടെ പദത്തെ, എൻ്റെ കണ്ണുകളെ ഉപൈഷി അങ്ങ് പ്രാപിച്ചിരിക്കുന്നു. എൻ്റെ ആ ഉൾക്കണ്ണ് കൊണ്ട് ഞാൻ കണ്ടില്ലേ, അതെൻ്റെ ഉള്ളില് നിറഞ്ഞു നിൽക്കുന്നു. അങ്ങ് ആ കാഴ്ച എന്നെ പ്രാപിച്ചിരിക്കുന്നു, എൻ്റെ കണ്ണുകളെ അത് പ്രാപിച്ചിരിക്കുന്നു. എൻ്റെ കണ്ണുകൾക്ക് വിഷയമായി തീർന്നിരിക്കുന്നു. ഉള്ളുകൊണ്ടാണെങ്കിലും കാഴ്ച എന്ന് പറയുമ്പോൾ കണ്ണുകൊണ്ടുള്ള ഉൾക്കണ്ണ് എന്നാണല്ലോ നമ്മൾ പറയുന്നത്. അങ്ങ് അതിനെ പ്രാപിച്ചിരിക്കുന്നു. ഇതിൽ പരം എന്ത് ഭാഗ്യാണ് വേണ്ടത്? ആ ഭാഗ്യാണ് പറയുന്നത്. ദിഷ്ട്യ, എന്റെ ഭാഗ്യം കൊണ്ടാണ് ഭഗവാനെ ഇതെനിക്ക് ദർശിക്കാൻ വേണ്ടി സാധിച്ചിരിക്കുന്നത്. എന്നിട്ട് എന്താ എനിക്ക് വേണ്ടതിനി? കുരുഷ്വ ധിയം ആശു മേ ഭുവന നിർമ്മിതൗ കർമ്മഠാം. പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ചെയ്യണം. കുരുഷ്വ, എന്താ ചെയ്യണുള്ളത്? എനിക്ക് ബുദ്ധി തരണം. ആശു, പെട്ടെന്ന് തന്നെ എനിക്ക് ബുദ്ധി തരണം. മേ ധിയ ആശു, മേ ധിയ ആശു, പെട്ടെന്ന് തന്നെ. ആശു എന്ന് വെച്ചാൽ പെട്ടെന്ന്, വളരെ വേഗത്തിൽ തന്നെ എൻ്റെ ബുദ്ധിയെ ഭുവന നിർമ്മിതൗ കർമ്മഠാം കുരുഷ്വ, ഭുവന നിർമ്മാണത്തിനു വേണ്ടിയിട്ടുള്ള കർമ്മകാര്യത്തിൽ സാമർഥ്യമുള്ളതാക്കി തീർക്കണമേ എന്നാണ് പറയുന്നത്. കർമ്മഠാം എന്ന് പറയുന്നത് സാമർഥ്യമുള്ള, കർമ്മം ചെയ്യാനുള്ള സാമർഥ്യമുള്ള അവസ്ഥ എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. പുരുഷ്വ, ആ അവസ്ഥയിലേക്ക് എൻ്റെ ബുദ്ധിയെ വളർത്തി തരണമേ, പെട്ടെന്ന് തന്നെ അങ്ങനെ ആക്കി തന്നാലും കർമ്മകാര്യങ്ങളൊക്കെ ചെയ്യാൻ, എൻ്റെ ഈ സൃഷ്ടി പ്രക്രിയയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി തന്നാലും എന്നാണ് ഭഗവാനോട് പ്രാർത്ഥിച്ചിരിക്കുന്നത്. ആര്? ബ്രഹ്മദേവൻ. ഇതി ദ്രുഹിണവർണ്ണിത, ഇങ്ങനെ ദ്രുഹിണനാൽ, ബ്രഹ്മദേവനാൽ വർണ്ണിക്കപ്പെട്ടവനായിട്ടുള്ള ഭഗവാനെ എന്താ ചെയ്യേണ്ടത്? സ്വഗുണബംഹിമാ, സ്വഗുണങ്ങളുടെ ആധിക്യത്തോട് കൂടിയവനായിട്ടുള്ള അങ്ങ് നിന്തിരുവടികൾ, മാം പാഹി, എന്നെ രക്ഷിക്കണമേ എന്നാണ് ഈ ശ്ലോകത്തിലൂടെ ഭട്ടതിരിപ്പാട് ഭഗവാനോട് വീണ്ടും പ്രാർത്ഥിക്കുന്നത്. ബ്രഹ്മദേവൻ എന്താ പറഞ്ഞിരിക്കുന്നത്? സർവ വേദസമൂഹങ്ങളാലും വർണ്ണിക്കപ്പെട്ടിട്ടുള്ളതും എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന വൈഭവത്തോടു കൂടിയവനുമായിട്ടുള്ള ഭഗവാനെ, ലക്ഷ്മീപദേ ഹരേ പ്രഭോ, അങ്ങ് ജയിച്ചാലും ഈ സൃഷ്ടി പ്രക്രിയ നടത്താൻ വേണ്ടിയിട്ടുള്ള ബുദ്ധി പെട്ടെന്ന് തന്നെ എനിക്ക് നൽകണമേ, എന്നിട്ട് അനുഗ്രഹിക്കണമേ എന്ന് ബ്രഹ്മാവിനാൽ സ്തുതിക്കപ്പെട്ടവനായിട്ടുള്ള നിന്തിരുവടികളെ ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്നെ രക്ഷിക്കണമേ, പാഹിമാ എന്ന് നല്ലൊരു പ്രാർത്ഥനയാണ് ഈ ശ്ലോകത്തിലുള്ളത്. വാക്കുകളുടെയൊക്കെ അർത്ഥം മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഓരോ വാക്കുകൾ എടുത്തിട്ട് ചില സമയത്ത് വിശദീകരിക്കാൻ സാധിക്കില്ല. കാരണം ഓരോന്നും ആ വാചകങ്ങളിൽ വരുന്ന സമയത്ത് വലിയ നല്ല മനോഹരമായുള്ള അർത്ഥമാണ് വരുന്നത്. മനസ്സിലാവുന്നുണ്ട് എന്ന് വിശ്വസിക്കുകയാണ്. എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് മനസ്സിലാവാത്ത ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. അത് വീണ്ടും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേ ഇതൊരു സത്സംഗമായി മാറുള്ളൂ. നമുക്ക് ഓൺലൈനായിട്ട് നമുക്ക് എത്രത്തോളം അതിന്റെ പരിമിതികളിൽ നിന്നുകൊണ്ട് നമുക്ക് ഈ സത്സംഗം ആസ്വദിക്കാം. ആ ശ്ലോകം ഒന്ന് ഞാൻ ചൊല്ലിത്തരാം, നിങ്ങൾ ചൊല്ലി നോക്കാം. ശ്രുതി പ്രകര ദർശിത പ്രചുര വൈഭവ ശ്രീപതേ ഹരേ ജയ ജയ പ്രഭോ പദമുപൈഷി ദിഷ്ട്യാദൃശോ കുരുഷ്വ ധിയമാശു മേ ഭുവന നിർമ്മിതൗ കർമ്മഠാം. ഇതി ദ്രുഹിണ വർണ്ണിത സ്വഗുണബംഹിമാ പാഹി മാം. അവിടെ വാക്കുണ്ട് ദിഷ്ട്യാ, എന്റെ ഭാഗ്യം കൊണ്ടാണ്. ദൃശോഹോ പദം ഉപൈഷി, എന്റെ കണ്ണുകളുടെ പദത്തെ ഉപൈഷി പ്രാപിച്ചിരിക്കുന്നതാണ്. എൻ്റെ ഭാഗ്യം കൊണ്ടാണ് എൻ്റെ കണ്ണുകളുടെ പദത്തെ, അതായത് എനിക്ക് കാണാനുള്ള ഭാഗ്യം ഉണ്ടായത്
എന്ന് പറയുന്ന അത്രേ ഉള്ളൂ. എൻ്റെ ഭാഗ്യം കൊണ്ടാണ് എനിക്ക് അങ്ങയെ കാണാൻ വേണ്ടി സാധിച്ചത്. കണ്ണുകളുടെ പദം പ്രാപിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, എനിക്ക് കാണാൻ വേണ്ടി സാധിച്ചത് അത് ഉള്ളിലായതുകൊണ്ടാണ് ഭഗവാന്റെ ആ രൂപം കാണാൻ വേണ്ടി സാധിച്ചത്, പുറത്തായിരുന്നില്ല. അപ്പോൾ എൻ്റെ കണ്ണുകൾക്ക് എന്ന് പറഞ്ഞിരിക്കുന്ന ഉൾക്കണ്ണിന് എന്നുള്ള അർത്ഥത്തിൽ എടുക്കണം. അതുപോലെ കുരുഷ്വധിയമാശുമേ ഭുവന നിർമ്മിതവും കർമ്മഠാഹ, കുരുഷ്വ പെട്ടെന്ന് തന്നെ ചെയ്തു തരണം, എന്ത് എൻ്റെ ബുദ്ധിയെ ഒന്ന് ഉഷാറാക്കി തരണം. എന്തിനു വേണ്ടിയിട്ട്? ഭുവന നിർമ്മിതവും കർമ്മഠാഹ, കർമ്മഠ അവസ്ഥയിലേക്ക്, ഭുവന നിർമ്മാണത്തിനായിട്ടുള്ള കർമ്മഠാവസ്ഥയിലേക്ക് എൻ്റെ ബുദ്ധിയെ പെട്ടെന്ന് മാറ്റിത്തരൂ, ഉയർത്തിത്തരൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ ദ്രുഹിണനാൽ വർണ്ണിക്കപ്പെട്ടിട്ടുള്ള ആ രൂപത്തെ ഞാൻ പ്രാർത്ഥിക്കുന്നു, എന്നെ രക്ഷിക്കണമേ എന്നാണ് ഭട്ടതിരിപ്പാടിന്റെ പ്രാർത്ഥന. എല്ലാവരും ആ ശ്ലോകം ചൊല്ലി നോക്കുക. അടുത്ത ശ്ലോകമായിട്ട് പെട്ടെന്ന് തന്നെ വരുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. നമസ്തേ. നാരായണായ നമോ, നാരായണായ നമോ, നാരായണായ നമോ, നാരായണ, നാരായണായ നമോ, നാരായണായ നമോ, നാരായണായ നമോ, നാരായണ.